Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇന്നും ഞാൻ പതിവ് പോലെ 5 വൺ വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അതിൽ നിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് റാൻസിഡ്. യെസ്, എന്താണ് റാൻസിഡ് എന്ന് പറഞ്ഞാൽ? സ്മെല്ലിംഗ് or tasting, smelling or tasting, unpleasant, being stale അല്ലെങ്കിൽ old അല്ലേ? അപ്പോൾ നമ്മളൊരു സാധനം, ഇപ്പോൾ ഒരു ഫുഡ് ഐറ്റം, അതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വളിച്ചു പോയി അല്ലെങ്കിൽ കേടായിപ്പോയി, പുളിച്ചു പോയി. സോ അപ്പോൾ അന്നേരം ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ലേ, ഒരു അൺപ്ലസൻ്റ് ആയ ഒരു സ്മെല്ലാണ്. സോ അങ്ങനെ, അല്ലെങ്കിൽ ഐദർ ടേസ്റ്റ് ആയാലും അതൊരു അൺപ്ലസൻ്റ് ആയ ഒരു ടേസ്റ്റാണ്. സോ ബീയിങ് സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെയിൽ എന്ന് പറഞ്ഞതാണ് വളിക്കുക അല്ലെങ്കിൽ കേടായി പോവുക. ഒരു ഭക്ഷണം, ഒരു സാധനം കേടായി പോവുക എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്റ്റെയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണം വളിച്ചു പോയി അല്ലെങ്കിൽ കേടായി പോയി, പുളിച്ചു പോയി. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു അൺപ്ലസൻ്റ് ആയ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ? റാൻസിഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കേടായാൽ അല്ലെങ്കിൽ വളിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, അപ്പോൾ ഒരു വളിച്ച ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം, യെസ്, യു ആർ ഫീലിംഗ് റാൻസിഡ്. യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് സ്കറി. യെസ്, എന്താണ് സ്കറി എന്ന് പറഞ്ഞാൽ? മൂവ് ഹറിഡ്ലി, ഇൻ ഷോർട്ട് ക്വിക്ക് സ്റ്റെപ്സ് അല്ലേ? യെസ്, ഒരു പരക്കം പാച്ചിൽ അല്ലെങ്കിൽ ഒരു തിടുക്കം കൂട്ടലില്ല, നമ്മൾ ഭയങ്കരമായിട്ട് നല്ല സ്പീഡിൽ നമ്മൾ നടന്നു പോവുക, ഒരു പരക്കം പാച്ചിൽ. യെസ്, ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് സ്കറി. യെസ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ എ റിച്ച് സോഴ്സ് ഓഫ് സംതിങ്. എ റിച്ച് സോഴ്സ് ഓഫ് സംതിങ്. LOAD ലോഡ് ഉണ്ട് അല്ലേ? LOAD ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇപ്പോൾ വെയിറ്റ്, അതായത് ഇപ്പോൾ എന്താ പറയുക, ലോഡെന്ന് നമുക്ക് പറയാം ഒരു ഭാരം അല്ലെങ്കിൽ ലോഡ്, ഒരു ചരക്ക്, ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലോഡ്, LOAD. പിന്നെ ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡിങ് അൺലോഡിങ് ഉണ്ടല്ലേ, അതിലേക്ക് സാധനം കയറ്റി വെക്കുക, സാധനം അതിൽ നിന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ലോഡ് എന്ന് പറയണത് നമ്മൾ നൗണായിട്ടും നമ്മൾ യൂസ് ചെയ്യും, വെർബായിട്ടും യൂസ് ചെയ്യും. നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പം എന്താ, അരിച്ചരക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പലചരക്ക് കടയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ അരിയുടെ ഒരു ലോഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് വന്നിട്ടുണ്ട്. സോ ആ മീനിങ്ങിലാണ് നമ്മൾ ലോഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി അത് നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴോ ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറ്റുക, അൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് ഇറക്കുക. സോ ലോഡിങ് അൺലോഡിങ് അല്ലേ? ഇപ്പം ബുള്ളറ്റ്സ് നമ്മൾ ലോഡ് ചെയ്യാറുണ്ട്, അൺലോഡ് ചെയ്യാറുണ്ട് ഗണ്ണിൽ. ഇനിയിപ്പം ലോറിയിൽ നമ്മൾ സാധനങ്ങൾ കയറ്റണതാണെങ്കിലും നമ്മൾ കയറ്റുവാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുക എന്ന് പറയും, നമ്മൾ ഇറക്കുവാണെങ്കിൽ അൺലോഡ് ചെയ്യുക എന്ന് പറയും. ആ ലോഡിൻ്റെ സ്പെല്ലിങ് LOAD ആണ്. യെസ്, ഈ ലോഡ് എന്താണ്? LODE ആണ്. ഈ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിച്ച് സോഴ്സ് ഓഫ് സംതിങ്. ഇപ്പം മുട്ട, എഗ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമ്മൾ പറയാറുണ്ട് അല്ലേ? എഗ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പം എഗ് ഈസ് എ ലോഡ് ഓഫ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ റിച്ച് സോഴ്സ് ഓഫ് സംതിങ്. ഇതുവരെ നിങ്ങൾ എവിടെയെങ്കിലും റിച്ച് സോഴ്സ് ഓഫ് എന്നുള്ള ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ലോഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. എഗ് ഈസ് എ ലോഡ് ഓഫ് പ്രോട്ടീൻ. അങ്ങനെ. യെസ്. പ്രൊവിനൻസ്, നെക്സ്റ്റ് വേർഡാണ് പ്രൊവിനൻസ് അല്ലെങ്കിൽ പ്രൊവീനിയൻസ്. രണ്ടും സെയിം മീനിങ് ആണ്. പ്രൊവിനൻസ് അല്ലെങ്കിൽ പ്രൊവീനിയൻസ്. യെസ്, ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത് നമുക്ക് പറയാം ദ സോഴ്സ് ഓഫ് സംതിങ്, സോഴ്സ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് സംതിങ്. യെസ്, ദ സോഴ്സ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് സംതിങ്.
the place of origin of something. Yes, the source of something. എന്താണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം അല്ലേ? എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ ഒരു നദി, ഒരു റിവർ, സോഴ്സ് ഓഫ് എ റിവർ അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പം ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഴ്സ് ഓഫ് എ റിവർ, അതായത് ആ റിവറിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം, ഏതെങ്കിലും ഒരു നദിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ്, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ദ സോഴ്സ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒറിജിൻ, ആ ഒരു സ്ഥലം, അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു വേർഡാണ് പ്രൊവിനൻസ് അല്ലെങ്കിൽ പ്രൊവീനിയൻസ്. യെസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയണമെങ്കിൽ ദി മോസ്റ്റ് അല്ലെങ്കിൽ ദി ഏർലിയസ്റ്റ് നോൺ ഫോം ഓഫ് സംതിങ്, നോൺ ഫോം ഓഫ് സംതിങ് അല്ലേ? യെസ്, നമ്മൾ പണ്ട് അല്ലെങ്കിൽ വളരെ നേരത്തെ നമ്മൾ ഒരു പഴയ ആ ഒരു സ്റ്റേറ്റ് അല്ലേ, ആ ഒരു അവസ്ഥ, ഏർലിയസ്റ്റ് നോൺ സ്റ്റേറ്റ് ഓഫ് സംതിങ് അല്ലെങ്കിൽ നോൺ ഫോം ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പഴയ ഒരു അവസ്ഥ, അതിൻ്റെ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. അപ്പം മൊത്തത്തിൽ ഒരു സാധനത്തിൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ. സോ അങ്ങനെ ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രൊവിനൻസ് അല്ലെങ്കിൽ പ്രൊവീനിയൻസ്. രണ്ടും നമ്മൾ സെയിം മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണ നെക്സ്റ്റ് ലാസ്റ്റ് വേർഡാണ് നിഷ്. NICHE ആണെങ്കിലും നമ്മൾ ഈ CHE നല്ല പ്രൊനൗൺസ് ചെയ്യണേ. നമ്മൾ പ്രൊനൗൺസ് ചെയ്യണേ എങ്ങനെയാണ്? നമ്മൾ നിഷാണ്, അതായത് CHEക്ക് നമ്മൾ ഷ് എന്നുള്ള സൗണ്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം ഷിക്കാഗോ അല്ലേ, ഷിക്കാഗോയുടെ സ്പെല്ലിംഗ് എന്താണ്? CHICAGO ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഷിക്കാഗോ അല്ലെങ്കിൽ ഇപ്പം ഷെഫ് എന്നാണ് പറയണത്, നമ്മൾ ചെഫ് എന്ന് പറയാറില്ല. സോ അങ്ങനെ അപ്പം CH എന്നുള്ള ഈ ഒരു സൗണ്ടിന് നമ്മൾ എന്താ പറയുക, ഷ എന്നുള്ള സൗണ്ടാണ് കൊടുക്കണത്. ഓക്കെ, സോ ഈ ഒരു വേർഡ് നമ്മൾ രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. ഒന്നെന്താണെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിൾ പൊസിഷൻ ഇൻ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷൻ. പൊസിഷൻ ഇൻ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷൻ. യെസ്, എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മുടെ ലൈഫിലായാലും അല്ലെങ്കിൽ പ്രൊഫഷനായാലും നമുക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയ ഒരു പൊസിഷൻ കിട്ടി. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് അപ്പോൾ കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായ ഒരു പൊസിഷൻ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് കമ്പനിയിൽ HR ആയി പൊസിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. സോ ആ ഒരു ജോലി ആ ഒരാൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചറിന് അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവത്തിനോ ഭയങ്കര സ്യൂട്ടബിൾ ആയ ഒരു ജോബ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയ ഒരു ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയാലും ഒരു സ്യൂട്ടബിൾ ആയ ഒരു കംഫർട്ടബിൾ ആയ ഒരു പൊസിഷൻ, ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം നിഷ്. ഹി ഹാസ് അല്ലെങ്കിൽ he got placed as the HR of so and so company. Actually he found his niche. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അത്രയും സ്യൂട്ടബിൾ ആയ, അത്രയും അവന് പറ്റിയ, ആ ഒരാൾക്ക് പറ്റിയ അല്ലെങ്കിൽ ആ ആൾക്ക് കംഫർട്ടബിൾ ആയ, ശരിക്കും മാച്ച് ആവണ പോലത്തെ ഒരു സംഭവം, ആ ഒരു മീനിങ്ങിൽ നമ്മൾ നിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. വേറൊരു മീനിങ് എന്താന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റ് in market for a product or service. അല്ലേ? അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന് ഒരു സ്ഥാനം കിട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അംഗീകാരം കിട്ടി എന്ന് പറയണ ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു വേർഡാണ് നിഷ്. അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി അല്ലെങ്കിൽ അതിനൊരു മാർക്കറ്റിൽ ഒരു സ്ഥാനം കിട്ടി എന്ന് പറയണ ആ ഒരു മീനിങ്ങിലും നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? നിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ നമ്മൾ 5 വേർഡ്സ് ഡിസ്കസ് ചെയ്തു അല്ലേ? നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഒന്ന് റാൻസിഡ് ആണ് അല്ലേ, ഒരു വളിച്ച ഒരു മണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ പറയും റാൻസിഡ് ടേസ്റ്റ് അല്ലെങ്കിൽ റാൻസിഡ് സ്മെൽ എന്ന്. ഇനി സ്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ നടക്കണം, ഒരു പരക്കം പാച്ചിൽ, ഒരു തിടുക്കം കൂട്ടൽ, ആ ഒരു കേസിലാണ് നമ്മൾ തിടുക്കത്തിലല്ലേ ഒരു ധൃതി പിടിക്കുക. യെസ്, അങ്ങനെ നമ്മൾ ധൃതി പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പറയും സ്കറിയാന്ന്. പിന്നെ നമ്മൾ എന്താണ്? ഒരു റിച്ച് സോഴ്സ് ഓഫ് സംതിങ്ങിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കലവറയാന്ന് നമ്മൾ പറയണം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ലോഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം.
പിന്നെന്താണ് പ്രൊവിനൻസ് നോക്കി ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ ഒരു ഒറിജിൻ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രൊവിനൻസ് അല്ലെങ്കിൽ പ്രൊവീനിയൻസ്. ലാസ്റ്റ് നോക്കിയതായിരുന്നു നിഷ്. 2 കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയ ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയാൽ, ഇപ്പോൾ പ്രൊഫഷനിലോ ലൈഫിലോ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയെന്ന് നമ്മൾ പറയില്ലേ, യെസ്, ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് നിഷ്. പിന്നെന്താണ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു സ്ഥാനം കിട്ടി അല്ലെങ്കിൽ അതിനൊരു അംഗീകാരം കിട്ടി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയണം, ആ ഒരു മീനിങ്ങിലും നമുക്ക് നിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. യെസ്, അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഈസി ആണല്ലേ. അപ്പം ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സെഷനിൽ വേറെ കുറച്ച് 1 വേർഡ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.